കാണാൻ പോകുന്നത് ഡ്യൂ ഡേറ്റ്സ് ഓഫ് റിട്ടേൺ ഓഫ് ഇൻകം ആൻഡ് ടൈപ്സ് ഓഫ് റിട്ടേൺസ് ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. സോ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ബൈ ദി എൻഡ് ഓഫ് ദി സെഷൻ യു വിൽ ലേൺ ദി ഫോളോയിങ്. ഫസ്റ്റ് വൺ, ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ ഓഫ് ഇൻകം എന്താണെന്നുള്ളത്, ഏതൊക്കെയാണെന്നുള്ളത്. വോളണ്ടറി റിട്ടേൺ ഓഫ് ഇൻകം എന്താണ്, അതിൻ്റെ കീഴിൽ റിട്ടേൺ ഓഫ് ലോസ് വരുന്നുണ്ട്, ബിലേറ്റഡ് റിട്ടേൺ വരുന്നുണ്ട്, റിവൈസ്ഡ് റിട്ടേൺ ഓഫ് ഇൻകം വരുന്നുണ്ട്. അങ്ങനെ മൂന്ന് കാര്യങ്ങളും വോളണ്ടറി റിട്ടേൺ ഓഫ് ഇൻകത്തിന്റെ കീഴിൽ തന്നെയാണ് വരുന്നത്. ആഫ്റ്റർ ദാറ്റ് കമ്പൽസറി റിട്ടേൺ വരുന്നുണ്ട് ആൻഡ് ലാസ്റ്റ്ലി ഡിഫക്റ്റീവ് റിട്ടേൺ ഓഫ് ഇൻകം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷൻ്റെ അകത്ത് കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ അഹെഡ്. ആദ്യമായിട്ട് ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ ഓഫ് ഇൻകം. നമുക്കറിയാം ചാപ്റ്റർ 6 ഡിഡക്ഷൻസിന് മുമ്പായിട്ട് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യും. ആൻഡ് ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ ഈ അകത്ത് 5 ഹെഡ്സ് വരുന്നുണ്ട്. സോ 5 ഹെഡ്സ് കൊണ്ട് ടോട്ടൽ ചെയ്ത് ഗ്രോസ് ടോട്ടൽ ഇൻകം, അതിൻ്റെ അകത്ത് ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നെറ്റ് ഇൻകം കിട്ടും. അതിൻ്റെ അകത്ത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ഈ ടാക്സ് നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന എമൗണ്ട് അടയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിൻ്റെ ഒരു കാൽക്കുലേഷനും കൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ആ കാൽക്കുലേഷനാണ് റിട്ടേൺ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. സോ എൻ്റെ ഡിഫറെൻറ്റ് ഹെഡ്സ് ഓഫ് ഇൻകം ഏതൊക്കെയാണ്, അതിൻ്റെ അകത്ത് എനിക്ക് എത്രയാണ് ഇൻകം കിട്ടിയിരിക്കുന്നത്, എൻ്റെ ഡിഡക്ഷൻസ് ഏതൊക്കെയാണ്, ഇതെല്ലാം കവർ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ റിട്ടേൺ ഓഫ് ഇൻകം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈ റിട്ടേൺ ഓഫ് ഇൻകം ഹാസ് ടു ബി ഫൈൽഡ് ബൈ എവറി അസസി എന്നുള്ള ഓർത്തേക്കുക. ഡ്യൂ ഡേറ്റ്സ് പ്രധാനമായിട്ടും 3 ഡ്യൂ ഡേറ്റ് ആണുള്ളത്. ഫസ്റ്റ് മന്ത് 30th സെപ്റ്റംബർ ആണ്, രണ്ടാമത്തെ 30th നവംബർ ആണ്, മൂന്നാമത്തെ 31st ജൂലൈ ആണ്. ഐ വിൽ റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ. 30th സെപ്റ്റംബർ, 30th നവംബർ ആൻഡ് 31st ജൂലൈ. അങ്ങനെ 3 എണ്ണമാണ്. ഇനി 30th സെപ്റ്റംബർ 3 കേസിലാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫോർ എ കമ്പനി ഇറ്റ്സ് 30th സെപ്റ്റംബർ. ആൻഡ് സെക്കൻഡ് വൺ, ഫോർ എ പേഴ്സൺ അതർ ദാൻ എ കമ്പനി whose accounts are required to be audited. So accounts audited ചെയ്യണം എന്ന് കരുതുക. For a person other than a company, then that's അതിന്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 30th സെപ്റ്റംബർ ആണ്. Then അടുത്തത്, a working partner of a firm whose accounts are required to be audited under this act or any other law. It is 30th November. So ഈ 3 കേസിലും, അതായത് ഒരു കമ്പനിയുടെ കേസിൽ, അതുപോലെ തന്നെ പേഴ്സൺ അതർ ദാൻ എ കമ്പനി whose accounts are required to be audited, അതുപോലെ തന്നെ വർക്കിംഗ് പാർട്ട്ണർ ഓഫ് എ ഫേം whose accounts are required to be audited. ഈ 3 സിറ്റുവേഷൻ്റെ അകത്ത് 30th സെപ്റ്റംബർ ആണ് നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ ഓഫ് ഇൻകം എന്നുള്ള ഓർത്തേക്കുക. അടുത്തത്, assessee who is required to furnish a report from a chartered accountant regarding international transactions under section 92E. അതായത് അസസിക്ക്, ഏതെങ്കിലും ഒരു അസസിക്ക് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഉണ്ട് എന്ന് കരുതുക. ആൻഡ് ഇഫ് ഹി ഈസ് സപ്പോസ് ടു ഫയൽ എ സ്റ്റേറ്റ്മെന്റ് ഫ്രം എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്റ്റേറ്റിംഗ് ഹിസ് ഇൻ ക്വാണ്ടം ഓഫ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ, 92E-ന്റെ അകത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യണം എന്ന് കരുതുക. For that particular assessee, the due date is 30th November of the assessment year, and in all other cases is the 31st July of the assessment year. Okay, so ഇതിൻ്റെ നോക്കുകയാണ് എന്ന് കരുതുക. എവിടെയാണ് ഈ ഡ്യൂ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറയുന്നത് 31st ജൂലൈ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെ? അതിനുശേഷം രണ്ടാമതായിട്ട് വരുന്നത് 30th സെപ്റ്റംബർ ആണ്. ആൻഡ് ലാസ്റ്റ് ആയിട്ട് വരുന്നതാണ് 30th നവംബർ. സോ ഇങ്ങനെ 3 ഡ്യൂ ഡേറ്റുകളാണ്. ഏറ്റവും ആദ്യമത്തെ ഡ്യൂ ഡേറ്റ് 31st ജൂലൈ. ഓൾ അതർ കേസസ്, അത് ജനറൽ കേസസിൻ്റെ അകത്താണ് വരുന്നത്. ദെൻ ടാക്സ് ഓഡിറ്റ് ഉള്ള കേസുകൾ, ടാക്സ് ഓഡിറ്റ് കമ്പനി ടാക്സ് ഓഡിറ്റ് ഉള്ള കേസുകളിലാണ് ഈ പറയുന്ന 30th സെപ്റ്റംബർ വരുന്നത്. ആൻഡ് ലാസ്റ്റ്ലി ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് റിപ്പോർട്ട് ചെയ്യേണ്ട റിക്വയർമെന്റ് ഉണ്ട് എന്ന് കരുതുക. 30th നവംബർ ഓഫ് ദി അസസ്മെന്റ് ഇയർ ആണ് വരുന്നത്. അതാണ് ഈ ഡ്യൂ ഡേറ്റ്സ്. അടുത്തത്, ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് നോക്കാനുണ്ട്. ഒന്ന്, ഒരു CBDT സർക്കുലർ നമ്പർ 639 ഡേറ്റഡ് 30th November 1992. അതുപോലെ തന്നെ രണ്ടാമത്, എക്സംഷൻ ഫ്രം ഫയലിംഗ് എ റിട്ടേൺ ഓഫ് ഇൻകം 39(1)(c), സെക്ഷൻ 39(1)(c). നൗ സെക്ഷൻ ഈ പറയുന്ന സെക്ഷൻ 39(1)(c)യിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ CBDT സർക്കുലർ നമുക്ക് നോക്കാം. CBDT സർക്കുലർ ഇത് എന്തിനെ പറ്റിയുള്ളതാണ്? നമ്മൾ നേരത്തെ സെഷൻ്റെ അകത്ത്, നേരത്തെ സ്ലൈഡിൻ്റെ അകത്ത് കണ്ട ഈ 3 ഡ്യൂ ഡേറ്റ് ഉണ്ടല്ലോ, 30th സെപ്റ്റംബർ, നവംബർ, 31st ജൂലൈ എന്ന് പറയുന്ന ഈ ഡ്യൂ ഡേറ്റുകൾ, ആ ഡ്യൂ ഡേറ്റ് ഒരു ഹോളിഡേ ആണ് എന്ന് കരുതുക. അതൊരു ഹോളിഡേ ആണ് എന്ന് കരുതുക. അങ്ങനെയാണ് എങ്കിൽ അസസിക്ക് എന്തെങ്കിലും റിലാക്സേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. യെസ്, അതിനെ പറ്റിയുള്ളതാണ്.
where the last day of filing return of income or loss is a day on which office is closed. അങ്ങനെയാണെങ്കിൽ assessee can file the return on the next day. അടുത്ത ദിവസം, തൊട്ടടുത്ത ദിവസം. അതായത് ഇവിടെ 30th സെപ്റ്റംബർ ഒരു ഹോളിഡേ ആണ് എന്ന് കരുതുക. വെരി നെക്സ്റ്റ് ഡേ ഒക്ടോബർ 1 ഫയൽ ചെയ്യാൻ പറ്റും. സപ്പോസ് ഒക്ടോബർ 1 ഹോളിഡേ ആണെങ്കിലോ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി വരുന്നു, അതും ഹോളിഡേ ആണെങ്കിലോ ഒക്ടോബർ 3 എന്നാണോ ഈ പറയുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അടുത്ത വർക്കിംഗ് ഡേ അന്ന് ഫയൽ ചെയ്താൽ മതി. ദാറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് equivalent and as good as file on the due date, that is the 30th September or 30th November or 31st July as the case may be. ഓർത്തേക്കുക. Okay, so that was the first circular. Then 39(1)(c). ഈ പറയുന്ന എല്ലാ അസസിക്കും റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യേണ്ട നിർബന്ധമുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ 39(1)(c)ക്കകത്ത് ക്ലിയർ ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് മേ നിർബന്ധമുള്ള കാര്യമല്ല. സെൻട്രൽ ഗവൺമെന്റിന് തോന്നുകയാണ് എങ്കിൽ by notification exempt any class or class of persons from the requirement of filing return of income. റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യേണ്ട റിക്വയർമെന്റ് ആണ് ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ് ഓഫ് പേഴ്സൺസിനെ അതിന് എക്സംപ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ അകത്തെ പോയിന്റ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് വോളണ്ടറി റിട്ടേൺ ഓഫ് ഇൻകം ആണ്. സെക്ഷൻ 139(1). നൗ ഓർത്തിരിക്കുക, സെക്ഷൻ 139(1) ആണ് വോളണ്ടറി റിട്ടേൺ ഓഫ് ഇൻകത്തിന്റെയും അതുപോലെ തന്നെ ഈ ഇൻകം റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യേണ്ട ഡേറ്റുകളാണ് 139(1) ഡ്യൂ ഡേറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഡ്യൂ ഡേറ്റ്സ് ഉണ്ടല്ലോ, അതിനെ 139(1) ഡ്യൂ ഡേറ്റ്സ് അല്ലെങ്കിൽ 139(1) ഡേറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇനി ആരൊക്കെയാണ് ഈ വോളണ്ടറി റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യേണ്ടതായിട്ട് വരുന്നത്? റിട്ടേൺ ബൈ ആൻ ഇൻഡിവിജ്വൽ, Hindu undivided family, AOP, BOI or an artificial judicial person. ഏത് സാഹചര്യത്തിലാണ് ഇവർക്ക് ഫയൽ ചെയ്യേണ്ടതെന്ന് നോക്കാം. The total income of any person without giving ഓർത്തേക്കുക, effect to the provisions of 80C to 80U exceeds the maximum amount which is not chargeable to income tax. ഈ സിറ്റുവേഷനിലാണ് അവർക്ക് ഫയൽ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80C മുതൽ 80U വരെയുള്ള ഡ്യൂറേഷൻസ് ചാർജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പറയുന്ന എമൗണ്ട് ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാളും കൂടുതലുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ they are supposed to file return of income under section 139(1). സോ ആരെങ്കിലും വന്ന് ചോദിക്കുവാണെങ്കിൽ എന്ന് കരുതുക, ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ വന്ന് ചോദിക്കുവാണെങ്കിൽ എന്ന് കരുതുക, പാൻ കാർഡ് എടുത്തിട്ടുണ്ട്, അത് കാരണം ഞാൻ റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പാൻ കാർഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഏത് സാഹചര്യത്തിലാണ് അവർക്ക് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരുന്നത്? വെൻ ദർ ഗ്രോസ് ടോട്ടൽ ഇൻകം, അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ ആണെന്നാണല്ലോ നമ്മൾ 80C to 80U ഡിഡക്ഷൻസ് കുറയ്ക്കുന്നത്, അതിനുശേഷമാണല്ലോ നെറ്റ് ഇൻകം ഇടുന്നത്. അതായത് വെൻ ദർ ഗ്രോസ് ടോട്ടൽ ഇൻകം, ദാറ്റ് ഈസ് ബിഫോർ ഡിഡക്ഷൻ ഓഫ് 80C to 80U, ആ ഇൻകം ഇഫ് ഇറ്റ് എക്സീഡ്സ് ദ ബേസിക് എക്സംഷൻ ലിമിറ്റ് അങ്ങനെ ആണ് എന്ന് കരുതുക, they are supposed to file return of income. And this clause is the common clause for individual, Hindu undivided family, AOP, BOI or an artificial judicial person എന്നുള്ളവർത്തേക്കാം. ഈ ഒരു കമ്പനിയുടെ കേസിൽ അതുപോലെ തന്നെ ഒരു ഫേമിന്റെ കേസിൽ എങ്ങനെയാണെന്ന് നോക്കാം. Every company or a firm shall furnish on or before the due date. ഏത് ഡ്യൂ ഡേറ്റ് ആണ്? 139(1) ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് അല്ലെ? The return in respect of its income or loss in every previous year. ക്ലിയർ അല്ലേ? അടുത്ത് നമുക്ക് റിട്ടേൺ ഓഫ് ലോസ് നോക്കാം. റിട്ടേൺ ഓഫ് ലോസിന്റെ സെക്ഷൻ 139(3) ആണ്. സെക്ഷൻ 139(3) റിട്ടേൺ ഓഫ് ലോസ്. തൊട്ട് മുമ്പ് കണ്ടത് ഏതാണ്? 139(1) voluntary return. Okay, so 139(1) voluntary return, 139(3) return of loss ഓർത്തേക്കാം. ഇനി റിട്ടേൺ ഓഫ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനികൾ ലാഭം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രം ഫയൽ ചെയ്താൽ മതിയോ? അത് ലോസ് ഉണ്ടായി കഴിയുമ്പോൾ ഫയൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഹെഡ്സ് ഓഫ് ഇൻകത്തിന്റെ അകത്ത് ചിലപ്പോഴെങ്കിലും ലോസ് വരാം. ആ സിറ്റുവേഷൻ്റെ അകത്ത് ഈ പറയുന്ന റിട്ടേൺ ഓഫ് ലോസ്, അതായത് ഈ റിട്ടേണിൻ്റെ അകത്ത് ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് നെഗറ്റീവ് ഫിഗർ ആണല്ലോ, ഈ നെഗറ്റീവ് ഫിഗർ വെച്ചുകൊണ്ട് ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ആൻഡ് അങ്ങനെ ഫയൽ ചെയ്യേണ്ട ആവശ്യം എന്താണ് എന്നുള്ളതാണ്.
if any person who has sustained a loss in any previous year under the heads, ഏതൊക്കെയാണ് ഹെഡ്? ഫസ്റ്റ് വൺ PGBP. PGBPക്കകത്ത് നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ് ഉണ്ട്, സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ് ഉണ്ട്, സ്പെസിഫൈഡ് ബിസിനസ് ലോസ്. അതായത് PGBPക്കകത്ത് എന്തെങ്കിലും ലോസ് വരുവാണ് എന്ന് കരുതുക, ഇല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ്റെ അകത്ത് ലോസ് വരുവാണ് എന്ന് കരുതുക, ഇല്ലെങ്കിൽ ഓവിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റിസോഴ്സിൻ്റെ അകത്ത് ലോസ് വരുവാണ് എന്ന് കരുതുക. ആൻഡ് ഇത്തരം ലോസുകൾ വന്നിട്ട് അവിടെ കൊണ്ട് നിർത്തുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. And he claims that the loss should be carried forwarded to subsequent years. ഇതേ ലോസിനെ അടുത്ത കൊല്ലങ്ങളിൽ ക്യാരി ഫോർവേഡ് ചെയ്യുവാണ് എന്ന് കരുതുക. അടുത്ത കൊല്ലങ്ങൾ ഉണ്ടാവുന്ന പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഇൻകം ആയിട്ട് അതിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ലേ? സോ ഈ കൊല്ലത്തെ ലോസിന്റെ ഒരു ബെനിഫിറ്റ് ഇല്ലെങ്കിൽ ഒരു പ്ലസ് കിട്ടുന്നത് അടുത്ത കൊല്ലങ്ങളിലേക്കാണ്. ഇഫ് ഇറ്റ് ഈസ് ക്യാരി ഫോർവേഡ്, നോ, അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യണം എന്ന് കരുതുക. He should furnish within the time allowed under section 139(1). 139(1) ഏതാണ്? വോളണ്ടറി റിട്ടേണിന്റെ ഡേറ്റ് ഉണ്ടല്ലോ, ആ ഡേറ്റിന്റെ അകത്ത് റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്താൽ മാത്രമേ വരത്തുള്ളൂ. സോ ഓർത്തേക്കുക, if the return of loss is not filed up to the due date, the loss cannot be carry forwarded. ഈ ലോസുകളെ ഒന്നും ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല. However, there are certain losses. 4 ടൈപ്പ് ഓഫ് ലോസ് ഉണ്ട്. ഇതിനെ റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ കൂടെയും ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ലോസ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി. രണ്ടാമത് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ, ബ്രഹ്മാസ്ത്രം. Then unabsorbed capital expenditure on scientific research and unabsorbed capital expenses on family planning. ഇങ്ങനെ 4 ലോസുകളെ റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ കൂടെയും ക്യാൻ ബി ക്യാരി ഫോർവേഡ് എന്നുള്ള ഓർത്തേക്കുക. ക്യാൻ ബി ക്യാരി ഫോർവേഡ്, ഈ 4 ലോസുകൾ ക്യാൻ ബി ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ഇൻ ഫ്യൂച്ചർ ഇയേഴ്സ് ഈവൻ വെൻ ദ റിട്ടേൺ ഹാസ് നോട്ട് ബീൻ ഫയൽഡ്. ഓർത്തേക്കുക. സോ 4. സോ ജനറലി പറയുന്നത് റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്തിട്ടില്ല എന്ന് കരുതുക, ലോസ് cannot be carry forwarded. However, there are exceptions to it. There are 4 exceptions and 4 exception ആണ് ഇവിടെ നമ്മൾ കണ്ടത്. അടുത്തത്, a return of loss filed under section 139(3). അതായത് ഈ നമ്മൾ റിട്ടേൺ ഓഫ് ലോസിന്റെ സെക്ഷൻ 139(3) within the time allowed under section 139(1). 139(1) ഡ്യൂ ഡേറ്റ് ഉണ്ട്. ആ ഡ്യൂ ഡേറ്റിന്റെ അകത്ത് ഒരു 139(3) റിട്ടേൺ ഫയൽ ചെയ്യുവാണ് എന്ന് കരുതുക. Then it will be treated as return under section 139(1). That's the point. അതായത് return of loss which is filed in the due date under section 139(3) will be considered as a proper return which has been filed within the time limit allowed under section 139(1). So 139(3) പകരമായിട്ട് അതിന് 139(1) ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും അതിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള ഓർത്തേക്കുക. അടുത്തത്, ബിലേറ്റഡ് റിട്ടേൺ 139(4). ഓക്കെ, 4 എങ്ങനെയാണ് ഓർത്തിരിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഓർത്തിരിക്കേണ്ടത്? 6ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം. 6 അടിച്ചു കഴിയുമ്പോഴത്തേക്കും അത് പെട്ടെന്നാണ് പോകുന്നത്. 4 ആ ബോൾ ചെറുതായിട്ട് ഉരുണ്ട് സ്ലോയിൽ ബിലേറ്റഡ് ആയിട്ടാണ് പോകുന്നത്. സോ 139(4) ഇറ്റ്സ് എ ബിലേറ്റഡ് റിട്ടേൺ. ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന 139(1) ഡേറ്റുകളിനകത്ത് ഫയൽ ചെയ്തിട്ടില്ല എന്ന് കരുതുക. സബ്സിക്വന്റ് ആയിട്ട് ഫയൽ ചെയ്യുന്ന റിട്ടേണുകളെ എന്താണെന്ന് വിളിക്കുന്നത്? ബിലേറ്റഡ് റിട്ടേൺ എന്ന് വിളിക്കുന്നു. Any person who has not furnished a return of income within the time allowed to him may furnish the return for any previous year at. ഈ ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാനും, ബിലേറ്റഡ് എന്ന് പറഞ്ഞാലും എത്രത്തോളം ബിലേറ്റഡ് ആവാൻ പറ്റും, അതിൻ്റെ ഒരു ലിമിറ്റ് ഇല്ലേ? ആ ലിമിറ്റിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. Can file belated return at any time before the end of the relevant assessment year or before the completion of the assessment, whichever is earlier. എന്ന് പറയുമ്പോഴത്തേക്കും I will explain it. ഈ പറയുന്ന ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതിൻ്റെ ലാസ്റ്റ് ടൈം ഏതാണെന്നുള്ളത്, നമ്മുടെ പ്രീവിയസ് ഇയർ, നമ്മുടെ ഇവിടെ മുതൽ ഇവിടം വരെ നമ്മുടെ പ്രീവിയസ് ഇയർ വരുന്നു. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മുടെ അസസ്മെന്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ അസസ്മെന്റ് ഇയറിന്റെ എൻഡ് വരേക്കുമാണ് ഇവിടെ ഈ ഒരു പ്രീവിയസ് ഇയറിന്റെ റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യേണ്ടതിന് ലാസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ഇല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത് ഈ എൻഡ് ഓഫ് ദി അസസ്മെന്റ് ഇയർ ആണ് എന്നുള്ളത് നോക്കണം. എങ്ങനെയാണെന്ന് നോക്കാം. ബിഫോർ ദി കംപ്ലീഷൻ ഓഫ് ദി അസസ്മെന്റ് ഓർ ബിഫോർ ദി എൻഡ് ഓഫ് റെലവന്റ് അസസ്മെന്റ് ഇയർ. കണ്ടോ, ഈ പ്രീവിയസ് ഇയറിന് റെലവന്റ് ആയിട്ടുള്ള അസസ്മെന്റ് ഇയറിന്റെ എൻഡ്
ഇല്ല എന്ന് കരുതുക. സേ ഫോർ എക്സാമ്പിൾ ഇതിന്റെ അസസ്മെന്റ് ഇവിടെയാണ് അസസ്മെന്റ് തീരുന്നതെന്ന് കരുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടം വരെ ടൈം ഉള്ളൂ. ഏതിന്? ഈ പ്രീവിയസ് ഇയറിന്റെ റിട്ടേൺ ബിലേറ്റഡ് ആയിട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി ഇവിടം വരെ ടൈം ഉള്ളൂ എന്നുള്ള ഓർത്തേക്കുക. ഇൻ നോ കേസ് ഈ പറഞ്ഞ അസസ്മെന്റ് ഇയർ കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് ഒരു കാരണവശാലും പോകത്തില്ല എന്നുള്ള ഓർത്തേക്കുക. സോ ദിസ് ഈസ് ബിലേറ്റഡ് റിട്ടേൺ. അടുത്ത റിവൈസ്ഡ് റിട്ടേൺ ഓഫ് ഇൻകം ആണ് 139(5). 5 എന്നുള്ളത് എങ്ങനെയാണ് ഓർത്തിരിക്കേണ്ടത് എന്ന് 139(5)ന്റെ 5 എങ്ങനെ ഓർത്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാം. 5 കൊല്ലം കൂടുമ്പോഴത്തേക്കും 5 വർഷ പദ്ധതികൾ, ഓക്കെ, എന്ന് പറയുമ്പോഴത്തേക്കും 5 കൊല്ലത്തെ പ്ലാനും 5 കൊല്ലത്തെ ഗ്രോത്തും കാര്യങ്ങളെല്ലാം നോക്കുന്നു. ആ ഗ്രോത്ത് പോരാ എന്ന് കരുതുക, അതിനെ റിവൈസ് ചെയ്തിട്ട് വീണ്ടും അടുത്ത 5 വത്സര പദ്ധതികളിനകത്ത് എന്തെല്ലാം ചേഞ്ചസ് ആണ് വേണ്ടതെന്ന് ആയിരിക്കും ഗവൺമെന്റ് വരുത്തിക്കൊണ്ടിരുന്നത്. സോ ഇറ്റ്സ് എ ടൈം ടു റിവൈസ്. റിവൈസ്ഡ് റിട്ടേൺ എന്നുള്ള ഓർത്തേക്കുക. റിവൈസ്ഡ് റിട്ടേൺ ഓഫ് ഇൻകം 139(5). ഇഫ് എനി പേഴ്സൺ ഹാവിംഗ് ഫർണിഷ്ഡ് എ റിട്ടേൺ, ഏത് റിട്ടേണിന്റെ കാര്യമാണ് പറയുന്നത്? വോളണ്ടറി ആവാം, ബിലേറ്റഡ് ആവാം. ഒരു വോളണ്ടറി റിട്ടേൺ അണ്ടർ സെക്ഷൻ 139(1) ഫയൽ ചെയ്തതിനു ശേഷം, ഇല്ലെങ്കിൽ ബിലേറ്റഡ് റിട്ടേൺ അണ്ടർ സെക്ഷൻ 139(4) ഫയൽ ചെയ്തതിനു ശേഷം he discovers any omission or any wrong statement therein, ആ റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒമിഷൻ, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എന്ന് കരുതുക, ഇല്ലെങ്കിൽ എനി റോങ് സ്റ്റേറ്റ്മെന്റ്, ഓക്കെ, എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യം അറിയാതെ അതിൻ്റെ അകത്ത് വന്നു പോയിട്ടുണ്ട് എന്ന് കരുതുക. ഹി മേ ഫർണിഷ് ദ റിവൈസ്ഡ് റിട്ടേൺ അണ്ടർ സെക്ഷൻ 139(5) എക്സാക്ട്ലി വിത്തിൻ ദിസ് ടൈം ലിമിറ്റ്. അതിന്റെ ടൈം ലിമിറ്റ് ഏതാണെന്നുള്ളത് അറ്റ് എനി ടൈം before the assessment is completed or the end of the relevant assessment year, whichever is earlier. അതായത് ഇതേ ടൈം ലിമിറ്റ് 139(5)ന്റെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സിമിലർ ടു ദ ടൈം ലിമിറ്റ് ഓഫ് 139(4). അല്ലെ നോക്കിയേ, നമ്മുടെ പ്രീവിയസ് ഇയറിന്റെ ശേഷം ഈ പറയുന്ന അസസ്മെന്റ് ഇയർ വരുന്നു. ഈ അസസ്മെന്റ് ഇയറിന്റെ എൻഡിന്റെ അകത്ത്, ഈ അസസ്മെന്റ് ഇയറിന്റെ എൻഡിന് മുമ്പായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തീർന്നിരിക്കണം എന്നുള്ള ഓർത്തേക്കുക. ഇറ്റ്സ് ദ സെയിം ടൈം ലിമിറ്റ് വിച്ച് ഇസ് there in 139(4). ഓർത്തേക്കുക. Yeah. But if an assessee deliberately files a false return, he will be liable to be imprisoned under section 277 and he will not be condoned by filing a revised return. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ റിവൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അങ്ങനെയാണെന്ന് വെച്ചാൽ ഡെലിബറേറ്റ് ആയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്സ്, എന്തെങ്കിലും ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് അകത്ത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ഫോൾസ് ആയിട്ടുള്ള റിട്ടേൺ ആണ് ഫയൽ ചെയ്യുന്നത് എന്ന് കരുതുക. പുള്ളിക്കാരന്റെ പാതഗതി എന്താണ്? ഏതായാലും 139(5) ഉണ്ടല്ലോ, റിവൈസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടല്ലോ, നമുക്ക് പിന്നെ റിവൈസ് ചെയ്യാമല്ലോ, ഇപ്പൊ ഏതായാലും ഫയൽ ചെയ്തേക്കാം എന്ന് പറയുന്നത്. അങ്ങനെ ഡെലിബറേറ്റ് ആയിട്ട് ഇഫ് സമൺ ഫയൽസ് എ false return, he will be liable to be imprisoned under section 277 and he will not be condoned by filing a revised return. റിവൈസ് റിട്ടേൺ ഒരു കണ്ടോണേഷന് വേണ്ടി ഒരു കാരണവശാലും ഉപകരിക്കത്തില്ല എന്നുള്ള ഓർത്തേക്കുക. ദാറ്റ് ഈസ് വിത്ത് റിഗാർഡിംഗ് ടു റിവൈസ് റിട്ടേൺ 139(5). സോ കീ ആയിട്ടുള്ള പോയിന്റ് വോളണ്ടറി ആൻഡ് ബിലേറ്റഡ് റിട്ടേണിനെ റിവൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഓർത്തേക്കുക. റിവൈസ് ചെയ്യുമ്പോഴത്തേക്കും 139(5)ന്റെ അകത്തുള്ള ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ടൈം ലിമിറ്റ് ഈസ് വെരി മച്ച് സിമിലർ ടു 139(4) ടൈം ലിമിറ്റ്. ആൻഡ് പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോൾസ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് റിവൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇഫ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ് എന്ന് കരുതുക, ഹി വിൽ ബി ലയബിൾ ടു ബി ഇംപ്രിസൺഡ് അണ്ടർ സെക്ഷൻ 277. അടുത്തത് കമ്പൽസറി റിട്ടേൺ 142(1)(1). കമ്പൽസറി റിട്ടേൺ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ വേറെ അസസി ഓർ ഡീംഡ് അസസി. ഡീംഡ് അസസി എന്ന് പറയുമ്പോഴത്തേക്കും മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഈ അസസി റെപ്രസെന്റേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഡീംഡ് ആയിട്ട് റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നു. അങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് വരുന്നത്. ഓക്കെ, വേറെ അസസി ഓർ എ ഡീംഡ് അസസി has not furnished the return of income on or before the due date mentioned under section 139(1). അതായത് 139(1)ന്റെ അകത്ത് പറഞ്ഞേക്കുന്ന ഡ്യൂ ഡേറ്റിന്റെ അകത്ത് ഈ പറയുന്ന അസസിയോ ഡീംഡ് അസസിയോ റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്തിട്ടില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ദി അസസിംഗ് ഓഫീസർ മേ, പോയിന്റ് ഓർത്തിരിക്കുക, ദി അസസിംഗ് ഓഫീസർ മേ serve a notice on such person requiring him to furnish the return.
നിങ്ങൾ എന്തുകൊണ്ടാണ് റിട്ടേൺ ഫയൽ ചെയ്യാതിരുന്നത്, ദയവായിട്ട് ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അസസിംഗ് ഓഫീസർ ഈ അസസിക്ക് ഒരു നോട്ടീസ് കൊടുക്കും. ആൻഡ് സച്ച് റിട്ടേൺ ഷുഡ് ബി ഫയൽ വിത്തിൻ ദ ടൈം അലൗഡ് ഇൻ ദ നോട്ടീസ്. ആ നോട്ടീസിൻ്റെ അകത്ത് ഒരു ടൈമിന്റെ കാര്യം പറയും. ഓക്കെ, ആ ടൈമിൻ്റെ അകത്ത് ഈ റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്തിരിക്കണം. അങ്ങനെ ഈ പറയുന്ന റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുമ്പോഴത്തേക്കും ഈ അസസി വോളണ്ടറി ആയിട്ടാണോ ഫയൽ ചെയ്യുന്നത്? അല്ലല്ലോ, അത് അസസിംഗ് ഓഫീസർ റിക്വസ്റ്റ് പ്രകാരമല്ലേ ഫയൽ ചെയ്യുന്നത്. സോ ഈസ് അണ്ടർ എ കമ്പൽഷൻ ടു ഫയൽ ദ റിട്ടേൺ. അതാണ് 142(1)(1) എന്ന് പറയുന്നത്. സച്ച് പേഴ്സൺ റിമെയിൻസ് ലയബിൾ ടു പേ ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 234A ഫോർ ലേറ്റ് ഫയലിംഗ് ഓഫ് റിട്ടേൺ ഫ്രം, എപ്പം മുതലാണെന്നുള്ളത് നോക്കാം, ഫ്രം ഡ്യൂ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് ദ റിട്ടേൺ എന്ന് പറയുമ്പോഴത്തേക്കും 139(1) ഡേറ്റുകൾ മുതൽ ടിൽ ദ റിട്ടേൺ ഈസ് ഫയൽഡ്. ഈ 142(1)(1) റിട്ടേൺ എന്നാണ് ഫയൽ ചെയ്യുന്നത് ആ സമയം വരേക്കും ഈ പറയുന്ന 234A ഇൻട്രസ്റ്റ് ചാർജബിൾ ആവും എന്നുള്ള ഓർത്തേക്കുക. സോ 234A ഇൻട്രസ്റ്റ് എവിടെയാണ് ചാർജ് ആവുന്നതെന്ന് ചോദിക്കുകയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇവിടെ അസസ്മെന്റ് ഇയർ കഴിഞ്ഞു, അതിനുശേഷം പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ പറയുന്ന പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതാണ് ഡ്യൂ ഡേറ്റ് 139(1) ഡ്യൂ ഡേറ്റ് എന്ന് കരുതുക. അതിനുശേഷം ആ ഡ്യൂ ഡേറ്റിനകത്ത് ഫയൽ ചെയ്യുന്നില്ല, റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുന്നില്ല. നേരത്തേക്കാണ് അസസിംഗ് ഓഫീസർ ഈ പറയുന്ന നോട്ടീസ് അയക്കുന്നത്. ആൻഡ് അസസിംഗ് ഓഫീസർ ഒരു ഡേറ്റ് പറയും. ആ ഡേറ്റിനുള്ളിൽ, ഫോർ എക്സാമ്പിൾ ഈ ഡേറ്റിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് കരുതുക. ആൻഡ് അസസി ഈ ഡേറ്റിലാണ് ഫയൽ ചെയ്യുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ 139(1) ഡ്യൂ ഡേറ്റ് മുതൽ ഈ റിട്ടേൺ ഫയൽ ചെയ്തേക്കുന്ന ഈ പീരീഡ് ഉണ്ടല്ലോ, ഈ പീരീഡിലായിരിക്കും ഈ പറയുന്ന 234A ഇൻട്രസ്റ്റ് അപ്ലൈഡ് ആവുന്നത്. സോ ദിസ് ഇസ് compulsory return under section 142(1)(1). അടുത്തത് defective return of income section 139(9). 9 എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഒരു നല്ല നമ്പർ ആയിട്ടാണ് ഓർത്തിരിക്കുന്നത്. പക്ഷേ എങ്കിൽ ടു റിമെമ്പർ ദിസ് സെക്ഷൻ നിങ്ങൾക്ക് ഓർക്കണം, ഇവിടെ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫക്റ്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നോ, where the assessing officer considers that the return of income furnished by the assessee is defective. ആ റിട്ടേൺ ഓഫ് ഇൻകം അസസി ഫയൽ ചെയ്ത റിട്ടേൺ ഓഫ് ഇൻകത്തിനകത്ത് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട് എന്ന് അസസിംഗ് ഓഫീസറിന് തോന്നുവാണ് എന്ന് കരുതുക, അസസിംഗ് ഓഫീസർ മനസ്സിലാക്കുവാണ് എന്ന് കരുതുക. ഹി മേ ഇൻറ്റിമേറ്റ് എന്ന് പറയുമ്പോൾ അറിയിക്കുന്നു the defect to the assessee and give him an opportunity to rectify the defect within a period of 15 days from the date of such intimation. ആ ഇന്റിമേഷൻ കൊടുക്കുന്ന ആ ഒരു ഡേറ്റ് മുതൽ, ഓക്കെ, കൊടുക്കുന്ന ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആ അസസിംഗ് ഓഫീസർ പോസ്റ്റ് ചെയ്യുന്ന ഡേറ്റ് അല്ല, ആ ഇന്റിമേഷൻ അസസിയുടെ കൈ കിട്ടുന്ന ഡേറ്റ് മുതലാണ് ഇതെല്ലാം കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെ മുതൽ 15 ദിവസത്തിനുള്ളിൽ ഈ ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്തിരിക്കണം. ഈ 15 ദിവസം എന്നുള്ള സ്ട്രിക്റ്റ് ആണോ? On an application by the assessee, the assessing officer may extend. No, വാക്ക് മേ ആണ്, ഷുഡ് എക്സ്റ്റെൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ല മേ. അസസിംഗ് ഓഫീസറിന് അത് ഉചിതമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അസസിംഗ് ഓഫീസർ മേ എക്സ്റ്റെൻഡ് ദി പീരിയഡ് ഓഫ് 15 days എന്നുള്ള ഓർത്തേക്കുക. നെക്സ്റ്റ്, if the defect is not rectified within the set period of 15 days or further period allowed, അതായത് ഫർദർ ആയിട്ടുള്ള എക്സ്റ്റൻഷൻ allowed by the assessing officer, then the return shall be treated as invalid. കാരണം എന്താണ്, ഓൾറെഡി ഫയൽ ചെയ്ത ആ റിട്ടേണിൻ്റെ അകത്ത് ഒരു ഡിഫക്റ്റ് ഉണ്ടെന്ന് അസസിംഗ് ഓഫീസർ അസസിനെ ഇന്റിമേറ്റ് ചെയ്തു. എന്നിട്ടും കൂടെ അസസി അത് റെക്ടിഫൈ ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ that return of income which is filed by the assessee will be considered as invalid. However, where the assessee rectifies the defect after the expiry, പോയിന്റ് ഇവിടെ ശ്രദ്ധിക്കണ്ടേ, അസസിംഗ് ഓഫീസർ ഒരു ടൈം പറഞ്ഞു, ഈ ടൈമിനുള്ളിൽ ഈ പറയുന്ന ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്യണം. ഈ ടൈം കഴിഞ്ഞിട്ട് ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ അസസി ഈ ടൈമിലോ ഇല്ലെങ്കിൽ ഇവിടെ ആയിട്ടാണ് ഈ ഡിഫക്റ്റിനെ റെക്ടിഫൈ ചെയ്യുന്നതെന്ന് കരുതുക. ഓക്കെ, ഈ റിട്ടേൺ ഓൾറെഡി ഇൻവാലിഡ് ആയിട്ട് നിൽക്കുന്ന ടൈമിലാണ് ഈ റിട്ടേൺ റെക്ടിഫൈ ചെയ്യുന്നത്
ഓക്കെ, ആ സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. However, where the assessee rectifies the defect after the expiry of the aforesaid period, ഇതാണ് aforesaid period, അതിനുശേഷമാണ് ഈ ഡിഫക്റ്റിനെ റെക്ടിഫൈ ചെയ്യുന്നതെന്ന് കരുതുക. ബട്ട് ബിഫോർ ദി അസസ്മെന്റ് ഈസ് മെയ്ഡ്, ഇതിന്റെ ലാസ്റ്റ് പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നിന്നാണ് അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കരുതുക. അസസ്മെന്റിന് മുമ്പ് ഈ പറഞ്ഞ ഡിഫക്റ്റിനെ റെക്ടിഫൈ ചെയ്യുവാണ് എന്ന് കരുതുക. Before the assessment is made, the assessing officer may condone the delay അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു, ആൻഡ് ട്രീറ്റ് ദ റിട്ടേൺ ആസ് വാലിഡ് റിട്ടേൺ, ആൻഡ് അതിനെ കുഴപ്പമില്ല എന്ന് വിചാരിക്കുകയാണ് എന്ന് കരുതുക, അതിനൊരു വാലിഡ് റിട്ടേൺ ആയിട്ട് ട്രീറ്റ് ചെയ്യും എന്നുള്ള ഓർത്തേക്കുക. സോ ദിസ് ഈസ് റിലേറ്റഡ് ടു ഡിഫക്റ്റ് ആൻഡ് ഡിഫക്റ്റ് റെക്ടിഫിക്കേഷൻ ആൻഡ് അതിന്റെ എക്സെപ്ഷൻ. നമ്മുടെ ഈ സെഷന്റെ ഏറ്റവും ലാസ്റ്റില് ഈ ഡിഫക്റ്റ് എങ്ങനെയാണോ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇതോടുകൂടി ഈ ഫസ്റ്റ് സെഷൻ തീരുവാണ്. ഇഫ് എനി ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻസ് ഈസ് നോട്ട് ഫുൾഫിൽഡ്, താഴെ പറയുന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടില്ല എന്ന് കരുതുക, റിട്ടേൺ ഷാൽ ബി റിഗാർഡഡ് ആസ് ഡിഫക്റ്റീവ്. അതായത് താഴത്തോട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ഇഫ് നോട്ട്, റിട്ടേൺ വിൽ ബി കൺസിഡർഡ് ആസ് ഡിഫക്റ്റീവ്. First one, the annexures, statements and columns in the return of income relating to the computation of income chargeable under each head of income, computation of gross total income and total income have duly filled in. അതായത് റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ കാൽക്കുലേഷൻ, ടോട്ടൽ ഇൻകത്തിന്റെ കാൽക്കുലേഷൻ, അതിൻ്റെ അകത്തുള്ള അനക്സേഴ്സ്, സ്റ്റേറ്റ്മെന്റ്സ്, കോളം ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ആയിരിക്കണം എന്നുള്ളതാണ്. അല്ല എന്ന് കരുതുക, അതൊരു ഡിഫക്റ്റീവ് റിട്ടേൺ ആവും. ഫസ്റ്റ് പോയിന്റ്. പിന്നെ രണ്ടാമത്തെ, the return is accompanied by a statement showing the computation of tax payable on the basis of return. ഈ റിട്ടേണിന്റെ ബേസിസിൽ, ഈ റിട്ടേണിന്റെ ഈ ഒരു കാൽക്കുലേഷന്റെ ബേസിൽ എത്രയാണ് ടാക്സ് പേയബിൾ എന്നുള്ളത് ഈ പറയുന്ന റിട്ടേണിന്റെ അകത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. റിട്ടേണിന്റെ ഫോർമാറ്റിന്റെ അകത്ത് ഓൾറെഡി ഉള്ള കാര്യമാണ്, അത് ഡ്യൂലി ഫിൽഡ് ഇൻ ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ, the return is accompanied by audit report obtained under 44AB. അതൊരു ടാക്സ് ഓഡിറ്റ് സിറ്റുവേഷൻ ആണ് എന്ന് കരുതുക. അങ്ങനെയാണ് എങ്കിൽ, ടാക്സ് ഓഡിറ്റ് സിറ്റുവേഷൻ ആണെങ്കിൽ ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് ഇതിന്റെ കൂടെ അക്കമ്പനി ചെയ്തിരിക്കണം എന്നാണ്. നാലാമത്തെ കണ്ടീഷൻ, the return is accompanied by proof of TDS, TCS, advance tax paid on self assessment. ഇതിന് ചെറിയൊരു റിലാക്സേഷൻ ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഇഫ് നോട്ട് ഇറ്റ് വിൽ ബി ഡിഫക്റ്റീവ് റിട്ടേൺ. ഇനി അഞ്ചാമത്തെ കണ്ടീഷൻ, where regular book of accounts are maintained by the assessee, the return is accompanied by copies of, അതായത് റെഗുലർ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അസസ്സിയുടെ കേസിൽ വന്നു കഴിയുമ്പോഴത്തേക്കും മാനുഫാക്ചറിങ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇത്രയും കാര്യങ്ങൾ ഈ പറയുന്ന ഒരു റിപ്പോർട്ടിന്റെ കൂടെ ഉണ്ടായിരിക്കണം. ആൻഡ് അതിനെയായിരിക്കണം ഫയൽ ചെയ്തിരിക്കേണ്ടത് എന്നുള്ളതാണ്. ഇൻ കേസ് ഓഫ് പ്രൊപ്പറേറ്ററി ബിസിനസ് ഓർ പ്രൊഫഷൻ, പേഴ്സണൽ അക്കൗണ്ട് ഓഫ് ദി പ്രൊപ്പറേറ്റർ ഉണ്ടായിരിക്കണം. ഇനി ഒരു ഫേമിന്റെ കേസിലാണെങ്കിൽ പേഴ്സണൽ അക്കൗണ്ട് ഓഫ് പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കണം. ഓഡിറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, ഓഡിറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് മാത്രം പോരാ, ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് വേണം. ഓക്കെ. അടുത്ത കണ്ടീഷൻ, കോസ്റ്റ് ഓഡിറ്റ് ഉള്ള ഒരു സിറ്റുവേഷൻ ആണ് എന്നത് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഫിനാൻഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ട് മാത്രമല്ല, കോസ്റ്റ് ഓഡിറ്റ് ഉള്ള ഒരു സിറ്റുവേഷനിൽ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടും ഉണ്ടായിരിക്കണം. എട്ടാമത്തെ കണ്ടീഷൻ, ഇതാണ് ലാസ്റ്റ് കണ്ടീഷൻ, where regular book of accounts are not maintained by the assessee. അസസ്സിക്ക് റെഗുലർ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട റിക്വയർമെന്റ് ഇല്ല എന്ന് കരുതുക. ഈ പറയുന്ന ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. എമൗണ്ട് ഓഫ് ടേൺ ഓവർ ഓർ ഗ്രോസ് റെസിപ്റ്റ്, ഗ്രോസ് പ്രോഫിറ്റ്, എക്സ്പെൻസസ്, നെറ്റ് പ്രോഫിറ്റ്, ബേസിസ് ഓൺ വിച്ച് സച്ച് എമൗണ്ട്സ് ഹാവ് ബീൻ കമ്പ്യൂട്ടഡ്. ഈ എമൗണ്ടുകൾ, അതായത് ടേൺ ഓവർ, ഗ്രോസ് പ്രോഫിറ്റ്, എക്സ്പെൻസ്, നെറ്റ് പ്രോഫിറ്റ്, ഇതൊക്കെ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്തേക്കുന്നുള്ള ബേസിസ് ഉണ്ടായിരിക്കണം. Then amount of sundry debtors, creditors, stock in trade, cash balance as at the end of previous year. ആ പ്രീവിയസ് ഇയറിന്റെ അവസാനം പറയുന്ന സൺഡ്രി ഡെറ്റേഴ്സിന്റെ ബാലൻസ്, ക്രെഡിറ്റേഴ്സിന്റെ ബാലൻസ്, സ്റ്റോക്ക് ഇൻ ട്രേഡിന്റെ ബാലൻസ്, ക്യാഷ് ബാലൻസ്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണമെന്ന്. ടി ഡി എസിന്റെയും ടി സി എസിന്റെയും കേസിൽ ഒരു റിലാക്സേഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ കാണാൻ പോകുന്നത്.
However, the return of income shall not be treated as defective return where the return is not accompanied by proof of TDS and TCS if TDS-ന് പ്രൂഫ് ഇല്ല എന്ന് ഈ പറയുന്ന സാഹചര്യങ്ങളിൽ ഫസ്റ്റ് വൺ എ സർട്ടിഫിക്കറ്റ് ഓഫ് TDS or TCS is not furnished to him, അതായത് അസസ്സിക്ക് തന്നെ ഈ പറഞ്ഞ TDS or TCS സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്ന് കരുതുന്നത് പിന്നെ എങ്ങനെ ഈ റിട്ടേൺ ഓഫ് ഇൻകത്തിലൂടെ ഫയൽ ചെയ്യാൻ പറ്റുന്നത്? അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ രണ്ടാമത്, സച്ച് സർട്ടിഫിക്കറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് before the assessing officer within 2 years from the end of the assessment year in which such income is assessable. ഇൻകം അസസ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു അസസ്മെന്റ് ഇയർ ഉണ്ടല്ലോ, ആ ഇയറിന്റെ എൻഡ് മുതൽ 2 കൊല്ലത്തിനുള്ളിൽ ഈ പറയുന്ന TDS അല്ലെങ്കിൽ TCS സർട്ടിഫിക്കറ്റിന് ഫർണിഷ് ചെയ്യാൻ പറ്റുവാണ് എന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന് ഒരു ഡിഫക്റ്റീവ് റിട്ടേൺ ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല എന്നുള്ളതാണ് അതിനകത്തെ പോയിന്റ്. ഇത്രയാണ് ഈ പറയുന്ന ഡിഫക്റ്റീവ് റിട്ടേൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. താങ്ക് യു ഫോർ പേഷ്യന്റ് ലിസണിങ്.